ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുവാണല്ലോ, എന്താണ് ഇത് കണ്ടിട്ട് താങ്കൾക്ക് തോന്നുന്നത്? ഈ പ്രവചനങ്ങളൊന്നും അധികം നടത്താറില്ലാത്ത ഒരാളാണ് അല്ലേ? ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവചനങ്ങളോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. അതെന്തുകൊണ്ടാ? ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വേദകാലത്തുണ്ടായിട്ടതാണ്. അതിൽ നമ്മൾ 18 ആചാര്യന്മാരെ വന്നിച്ചുകൊണ്ടാണ് ദിവസവും നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. സൂര്യ പിതാമഹോ വ്യാസോ വസിഷ്ഠോ അത്രി പരാശര കശ്യപോ നാരദോ ഗർഗോ മരീചിർ മനു അങ്കിരാഹ ലോമശ പൗലിശൈവച്ചവനോ യവനോ ഭൃഗു ശൗനകോ അഷ്ടാദശാശ്ചൈതേ ജ്യോതിശാസ്ത്ര പ്രവർത്തക 18 ആചാര്യന്മാരെ വണങ്ങിക്കൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇതിൽ വേദകാലത്തുള്ള ആചാര്യന്മാരുണ്ട്, വ്യാസനുണ്ട്, ശ്രീരാമൻ്റെ ജാതകം എഴുതിയ വസിഷ്ഠമുനിയുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ജാതകം എഴുതിയ ഗർഗമുനിയുണ്ട്. ഇവരെല്ലാം വണങ്ങിക്കൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത്. അവരാരും ഇങ്ങനെയുള്ള പ്രവചനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ പ്രവചനം നടത്തുന്നതിന് മുമ്പായിട്ട് ഈ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടോ എന്നതാണ് വിഷയം. അത് ആര് ചോദിക്കുന്നു എന്നുള്ളതൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ആള് ഈ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നയാളും പ്രതിപക്ഷത്തിരിക്കുന്നയാളും ഇങ്ങനെയുള്ള കൂട്ടരുടെ ഒരു പ്രധാനി വന്ന് നമ്മുടെ മുമ്പിൽ ചോദിക്കുകയാണ്, ശരി ഞങ്ങൾക്കൊരു വിജയ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആ കൂട്ടത്തിൽ മത്സരിക്കുന്ന ആളുകൾ നിരവധിയാണ്. ആ നിരവധി ആളുകളുടെ അവരുടെ വൈയക്തികമായ ജാതകം അവരെ സ്വാധീനിക്കും. അവരുടെ ആ സമയത്തുള്ള രാജയോഗം, കേസരി യോഗം തുടങ്ങിയൊക്കെ അവരെ സ്വാധീനിക്കും. ഇതിൽ ഈ വക യോഗങ്ങളൊന്നും ഇല്ലാതെ പരാജയ സാധ്യതയുള്ളവരുടെ ജാതകവും അതിനകത്തുണ്ടാവും. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാ വ്യക്തികളിലും ഉണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപമാണ്. കാരണം സൂര്യൻ നമ്മുടെ ദൃഷ്ടിയും ആത്മാവും നമ്മുടെ വ്യക്തിപ്രഭാവവും ഒക്കെയാണ്. ചന്ദ്രൻ മനസ്സാണ്, രക്തത്തിൻ്റെ കാരകത്വമുണ്ട്. ചൊവ്വ മജ്ജയാണ്, ഒപ്പം തന്നെ നമ്മുടെ രക്തത്തിൻ്റെ റെഡ് കോർപ്പസിൽസ്. ബുധൻ നമ്മുടെ തൊലിയാണ്, ബുദ്ധിയാണ്. വ്യാഴം നമ്മുടെ കൊഴുപ്പാണ്, നമ്മുടെ വിശേഷ ബുദ്ധിയാണ്. ശുക്രൻ നമ്മുടെ വികാരമാണ്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൂർണ്ണമായ ജലം, ശരീരത്തേക്ക് പുറത്തു പോകുന്ന ജലം, അത് ശുക്രൻ്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ശനി നമ്മുടെ എല്ലാ ചലനങ്ങളെയും സ്വാധീനിക്കുന്നു. ഇപ്പോൾ കണ്ടകശനി, ഏഴാണ്ടശനി, അഷ്ടമശനി എന്നൊക്കെ പറയുമ്പോൾ ആ ശനിയുടെ സ്വാധീനം കൊണ്ട് നമുക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. ആ ക്ലേശങ്ങൾ ആ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 4 എന്ന് പറഞ്ഞാൽ മാതൃഭാവമാണ്. അപ്പോൾ മാതൃഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് എന്നിട്ടാവും മാതൃക്ലേശം ഉണ്ടാകാം. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ആരുടെയും പ്രവചനമല്ല. അപ്പോൾ 1000 വർഷങ്ങൾക്കപ്പുറം, 5000 വർഷങ്ങൾക്കപ്പുറം ആണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ആധുനികമായ കാലം എന്ന് പറയുന്നത് 1500 വർഷം മുമ്പ് വരാഹമിഹിരൻ എഴുതിയ വരാഹോര ബൃഹജ്ജാതകം. അതാണ്. അല്ല, അതാണ് ജാതകം കിട്ടുവാണെങ്കിൽ പ്രവചിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. മോദിയുടെ ജാതകം കിട്ടിയിട്ടാണ്? മോദിയുടെ ജാതകം കയ്യിലുണ്ട്. ജാതകം വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രാജീവ് ഗാന്ധിയുടെ ഇത് പറഞ്ഞിട്ടാണ്, രാഹുൽ ഗാന്ധിയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ അവരുടെ ഗ്രഹനില, ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത്രയും വെച്ചിട്ടാണ്. ഒരു സംശയം. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ വരുന്നു, ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആൾ വന്നെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ആരുടേതായിരിക്കും പരീക്ഷ? കാരണം ഒരാൾ അങ്ങനെയല്ല, അത് ഓരോന്നും വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ താങ്കൾക്കൊരു ഗ്രഹനിലയുണ്ട്, അത് താങ്കളുടെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് കൂട്ടായ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മോദി വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും എം പിമാർ വേണം, ഇത്രയും എം പിമാർ വോട്ട് ചെയ്താലും മോദിയെ ലീഡറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും എം പിമാരുടെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാവാൻ യോഗം ഉണ്ടോ? അപ്പോൾ അഖണ്ഡ സാമ്രാജ്യ യോഗം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ഒരു വയസ്സ് മുതൽ, ഒരു പ്രായം മുതൽ അദ്ദേഹം ഭരണാധികാരിയാണ്. ഇപ്പോൾ യേശുദേവൻ ഒരു പ്രായം മുതലാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പം മുഹമ്മദ് നബി ഒരു പ്രായം മുതലാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഒരുപാട്, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു കാണാതെ പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ശൈലി ആയതുകൊണ്ടാണ് ഇന്ന് ജ്യോതിഷത്തിന് ഒരുപാട് ഫോൾട്ട് പറ്റുന്നത്. കാണാതെ പഠിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് നിത്യയോഗത്തിലോ കർണത്തിലോ ഒക്കെ പറയും ഇയാൾ പൊക്കമുണ്ട്, വെളുത്ത് സുന്ദരനാണെന്ന് പറയും. വേറൊരിടത്ത് പറയും കുള്ളനാണെന്ന് പറയും. ഇന്നാളൊരു ജാതകം എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടിട്ടിട്ട് അതിൽ അച്ഛൻ മധ്യായുസുള്ളവൻ, ദീർഘായുസുള്ളവൻ, അല്പായുസുള്ളവൻ. അപ്പോൾ അയാൾ ചോദിച്ചു ഇതെന്താ കറക്കമ്പനിയാണോ സാറേ എന്ന്. കാരണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിൽ, പല ആംഗിളുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അവനാണ് ജ്യോതിഷൻ. ട്രൈ ഓർ ട്രിവൽ. ശാസ്ത്രം ശരിയാണ്, ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്ന് എന്റെ മുമ്പിൽ വരുന്ന ആളുകളല്ലേ പറയണ്ടത്.
എന്റെ മുമ്പിൽ വരുന്ന ആളുകളാണ് പറയേണ്ടത് ഞാൻ അപ്ഡേറ്റഡ് ആണോ അല്ല പഴയ സമ്പ്രദായത്തിലാണോ. ഈ പഴയ സമ്പ്രദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം, അശുഭദ്വയ മധ്യസംസ്ഥിതവും ലഗ്നേന്ദു നജസൗമ്യ വീക്ഷിതവും യുഗപത് പൃഥകേവാവതേർ നാരി ഗർഭയുത വിപദ്യതേ. ഒരു സ്ത്രീയും പുരുഷനും സംയോഗം ചെയ്യുന്ന സമയത്ത് ചന്ദ്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുക, ലഗ്നത്തിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുക, അവയ്ക്ക് പാപമധ്യസ്ഥിതി ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ളൊരു സമയത്താണ് സംയോഗം നടക്കുന്നതെങ്കിൽ ആ ഗർഭം സ്ത്രീയോടുകൂടി മരിച്ചു പോകുന്ന പറയുന്നത്. ഗർഭിണി മരിക്കാനുള്ള യോഗമാണ് ഇത്. വരാഹവിരാജാരൻ ബൃഹജ്ജാതകത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിഷേക പ്രകരണം ഇതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും ഗവേഷണം ചെയ്യുന്നില്ല. ഗർഭിണി മരിച്ചാലുള്ള ആശുപത്രി അടിച്ചു തീർക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ചർച്ചയാകുന്നില്ല. ഇതൊരു നേരകാലം നോക്കിയാണ് ഇതിന്റെ അതെ, തീർച്ചയായിട്ടും എല്ലാത്തിനും സമയമുണ്ട്. ഉത്തമ സമയം. ആ ഉത്തമ സമയത്ത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു സൽഫലമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ശരി, ഗോപാലകൃഷ്ണൻ സാറ് കുറെ നേരമായിട്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. സാറ് എന്ത് തോന്നുന്നു? എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു സാറ്? യാത്ര ചെയ്ത് ആളുകളുമായി സംസാരിച്ച് അങ്ങനെ കളക്ട് ചെയ്ത്